പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാവേ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ കാണിക്കുന്നത്? കണ്ടിന്യൂറ്റി അല്ലേ, തുടർച്ചയല്ലേ കാണിക്കുന്നത്. അതുപോലെ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ വെർബിൻ്റെ ഏത് ഫോമാണ് ചേർക്കുന്നതെന്ന് അറിയാവോ? വെർബിൻ്റെ ING ഫോമാണ് കണ്ടിന്യൂസ് ടെൻസിൽ ചേർക്കുന്നത്. ഈ കണ്ടിന്യൂസ് ടെൻസിൽ വെർബിൻ്റെ ഫോമിന് മുമ്പ് ബിയുടെ ഫോംസാണ് നമ്മൾ ചേർക്കുന്നത്. ഓരോ ടെൻസിനും നമ്മൾ ചേർക്കുന്ന ഫോം ഏതാണെന്ന് പഠിക്കാമെങ്കിൽ എളുപ്പമാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ബിയുടെ ഫോം ഏതാണെന്ന് അറിയാവോ? ഈസ്, ആം, ആർ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബിയുടെ ഫോം ഏതാ? ഈസ്, ആം, ആർ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ബിയുടെ ഫോം വാസ്, വെയർ ആണ്. വാസ് ഓർ വെയർ രണ്ടുകൂടെ ചേർക്കത്തില്ല. വാസ് ഓർ വെയർ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബിയുടെ ഫോം വാസ് ഓർ വെയർ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഒരു ടെൻസ് കണ്ടാൽ നിങ്ങൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ING ഫോമിന് മുൻപ് വാസ് അല്ലെങ്കിൽ വെയർ ഉണ്ടെങ്കിൽ അത് ഏത് ടെൻസ് ആയിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തിനാണ് നമ്മൾ ചേർക്കുന്നത്? കണ്ടിന്യൂറ്റിയെ കാണിക്കാൻ വേണ്ടി. പാസ്റ്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഏത് ടെൻസ് ചേർക്കുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ചേർക്കുന്നത്. ഇനി സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ സിംഗുലർ ഹി, ഷീ ഇതെല്ലാം സിംഗുലർ പ്രൊനൗൺസ് അല്ലേ? അതിനോടൊപ്പമാണ് നമ്മൾ വാസ് ചേർക്കുന്നത്. ഒരു നൗൺ സീത അല്ലെങ്കിൽ രാമ അല്ലെങ്കിൽ നിയ അല്ലെങ്കിൽ നിഹ, അങ്ങനെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രോനൗണിൻ്റെ കൂടെയും സബ്ജക്റ്റ് അല്ലേ നൗണിൻ്റെ കൂടെയുമാണ് നമ്മൾ വാസ് ചേർക്കുന്നത്. ഇനി റൈറ്റ് എന്ന് പറയുന്നൊരു വെർബിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആ റൈറ്റിനെ എന്താക്കി മാറ്റും? ING ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലേ? റൈറ്റ്, റൈറ്റിംഗ്. റൈറ്റ് ഈ മാറ്റിയിട്ട് വേണം ING എഴുതാൻ. ഹി വാസ് റൈറ്റിംഗ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതാ? ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അവനൊരു എഴുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഗോയിങ് ടു ടെമ്പിൾ. ഞാൻ അമ്പലത്തിൽ അല്ലെ ടെമ്പിളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ് ഗോയിങ് ടു ടെമ്പിൾ. അവൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഫ്ലൂറൽ സബ്ജക്റ്റ്, ഫ്ലൂറൽ പ്രൊനൗൺസ് ആണെങ്കിൽ ഏതാ നമ്മൾ ചേർക്കുന്നത്? വെയർ ആണ്. ദേ വെയർ ഗോയിങ് ടു ടെമ്പിൾ. യു വെയർ റൈറ്റിംഗ് നോട്ട്സ്. യു വെയർ റൈറ്റിംഗ് നോട്ട്സ്. വി ആണെങ്കിലോ? വി വെയർ പ്ലേയിങ് ഫുട്ബോൾ. സീത സിംഗുലർ ആയതുകൊണ്ട് സീത വാസ് സിംഗിങ് എ സോങ്. സീത ആൻഡ് നിയ രണ്ടുപേരുണ്ട്, ഒന്നിൽ കൂടുതലുണ്ട്. മോർ ദാൻ വൺ തിങ് ആണെങ്കിൽ പ്ലൂറൽ അല്ലേ? അന്നേ നമ്മൾ വാസാണ് ചേർക്കുന്നത്? അല്ല, അതിന് പകരം എന്ത് ചേർക്കും? വെയർ. സീത ആൻഡ് നിയ വെയർ റീഡിങ് നോവൽസ്. അത്രയും കാര്യം മനസ്സിലായോ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്? സബ്ജക്റ്റ് വാസ് ഓർ വെയർ, ING ഫോം ഓഫ് ദി വെർബ്. സബ്ജക്റ്റ് വാസ് ഓർ വെയർ, ING ഫോം ഓഫ് ദി വെർബ്.